Hi friends, this is Diksha Lessons, and in this video we're going to be talking about the facial nerve. The facial nerve is one of the most anatomically complex nerve of all the cranial nerves. എന്തുകൊണ്ടെന്നാൽ ഈ നെർവിന് 4 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇന്നവേഷൻസും ഇതിൻ്റെ ബ്രാഞ്ചസിന് സ്കള്ളിൽ 4 ഡിഫറെൻറ്റ് കോഴ്സുമാണുള്ളത്. Let's begin by looking at the 4 components. The first component is Special Visceral Efferent അഥവാ SVE innervations. ഈ കമ്പോണൻറ്റ് സെക്കൻഡ് ഫെറിഞ്ചിയൽ ആർച്ചസിൽ നിന്നും ഡിറൈവ് ചെയ്തു വന്നിട്ടുള്ള മസിൽസിലേക്കുള്ള ഇന്നർവേഷൻസ് ആണ്. ഏതൊക്കെയാണ് മസിൽസ്? All the muscles of facial expression plus 3 others which are stapedius, stylohyoid and the posterior belly of digastric muscle. ഫേഷ്യൽ നെർവിൻ്റെ രണ്ടാമത്തെ കമ്പോണൻ്റാണ് ജനറൽ വിസുറൽ ഇഫറൻറ്റ് ഓർ GVE ഇന്നവേഷൻ. ഫേഷ്യൽ നെർവിൻ്റെ ഈ സെക്കൻഡ് കമ്പോണൻറ്റിന് ഹെഡിൽ ദ സബ്മാൻഡിബുലർ ഗാംഗ്ലിയോൺ ആൻഡ് ദ ടെറിഗോപാലറ്റൈൻ ഗാംഗ്ലിയോൺ എന്നിങ്ങനെ 2 pairs ഓഫ് പാരാസിമ്പതറ്റിക് മോട്ടോർ ഗാംഗ്ലിയ ഉണ്ട്. ദ തേർഡ് കമ്പോണൻ്റ് ഈസ് സ്പെഷ്യൽ വിസുറൽ എഫറൻറ്റ് ഓർ SVA. ഇത് ടങ്ങിൻ്റെ ആൻറ്റീരിയർ 2/3 നിന്നുമുള്ള ടേസ്റ്റ് സെൻസേഷൻ ബ്രെയിനിലെത്തിക്കുന്നു. അവസാനമായി നാലാമത്തെ കമ്പോണൻറ്റ് ദ ജനറൽ സെമാറ്റിക് എഫറൻറ്റ് which innervates a patch of the skin over the mastoid process and auricle. ഇനി ഫേഷ്യൽ നെർവിൻ്റെ ഒറിജിനും ഈ 4 ഇന്നർവേഷൻസ് അവയുടെ ടാർഗറ്റ്സിലേക്ക് പോകുന്ന റൂട്ട്സും നോക്കാം. SVE ന്യൂറോൺസിൻ്റെ സെൽ ബോഡീസ് ബ്രെയിൻ സ്റ്റെമ്മിലെ ഫേഷ്യൽ നെർവിൻ്റെ മോട്ടോ ന്യൂക്ലിയസിലും GVE ന്യൂറോൺസിൻ്റെ സെൽ ബോഡീസ് ബ്രെയിൻ സ്റ്റെമ്മിലെ തന്നെ സുപ്പീരിയർ സലൈവേറ്ററി ന്യൂക്ലിയസിലുമാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഫൈനലി GSA ആൻഡ് SVA ന്യൂറോൺസിൻ്റെ സെൽ ബോഡീസ് ജെനിക്കുലേറ്റ് ഗാംഗ്ലിയോണിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. വയൽ ദ ജെനിക്കുലേറ്റ് ഗാംഗ്ലിയോൺ ഈസ് പൊസിഷൻ ഡീപ്പ് വിത്തിൻ ദ പീട്രസ് പാർട്ട് ഓഫ് ദ ടെമ്പറൽ ബോൺ. ഫേഷ്യൽ നെർവിൻ്റെ ഈ 4 കമ്പോണൻസും ബ്രെയിൻ സ്റ്റെമ്മിൽ ഒന്നിക്കുന്നു. ആൻഡ് ടുഗെദർ ദേ എൻറ്റർ ദ സ്കൾ അറ്റ് ദ ഇൻറ്റേർണൽ ഓഡിറ്ററി മിയറ്റസ്. Even at its origin, the facial nerve proper is anatomically subdivided. The GVE, SVA and GSA components ഒരുമിച്ച് nervous intermediates ആയിരിക്കുമ്പോൾ the large SVE component internal auditory meatusലൂടെ കടന്നു പോയതിനു ശേഷവും nervous intermediatesന് physically distinct ആയി പോകുന്നു. All these 4 components of the facial nerve now travel in a bony tunnel within the petrous part of the temporal bone called the facial canal. Then the facial nerve travels a short distance anterolaterally in the facial canal before making a sharp posterior bend or the genu. This bend is the location of the geniculate ganglion. And നേരത്തെ പറഞ്ഞ പോലെ സെൻസറി ന്യൂറോൺസിൻ്റെ സെൽ ബോഡീസിൻ്റെ ലൊക്കേഷനാണിത്. മോട്ടോ ഇന്നവേഷൻസ് കൺവേ ചെയ്യുന്ന ഫേഷ്യൽ നെർവ് ആക്സോൺസ് സിനാപ്സിസ് ഉണ്ടാകാതെ ഈ ഗാംഗ്ലിയോണിലൂടെ കടന്നു പോകുന്നു. ഈ ജെനിക്കുലേറ്റ് ഗാംഗ്ലിയോന് ഡിസ്റ്റലായി ഫേഷ്യൽ നെർവ് കമ്പോണൻറ്റ്സ് ബിഗിൻ ടു ഡൈവേർജ്. ഫസ്റ്റ്, ദ ടൈനി GSA component of the cranial nerve 7 lives to supply a bit of skin near the ear. One half of the GVE innervation leaves to form the greater petrosal nerve, which exits the temporal bone by passing through the greater petrosal foramen. The greater petrosal nerve then inferiorly പോയിട്ട് foramen ലസീറത്തിൽ വെച്ച് ഡീപ്പ് പെട്രോസൽ നെർവുമായി ജോയിൻ ചെയ്യുന്നു. ഈ ഗ്രേറ്റർ ആൻഡ് ഡീപ്പ് പെട്രോസൽ നെർവ്സ് ഒരുമിച്ച് വിറിഡിയൻ നെർവായി വിറിഡിയൻ കനാലിലേക്ക് എൻ്റർ ചെയ്യുന്നു അറ്റ് ദ ബേസ് ഓഫ് ദ മീഡിയൽ ടെറിഗോയിഡ് പ്ലേറ്റ്. എന്നിട്ട് വീണ്ടും ആൻറ്റീരിയർലി മൂവ് ചെയ്ത് ടെറിഗോപാലറ്റൈൻ ഫോസയിലുള്ള ടെറിഗോപാലറ്റൈൻ ഗാംഗ്ലിയോണിൽ എത്തുന്നു. Here, preganglionic parasympathetic axon synapse onto postganglionic parasympathetic neurons. These in turn lacrimal glandലേക്കും ഓറൽ ക്യാവിറ്റിയിലും നെസൽ ക്യാവിറ്റിയിലുമുള്ള സബ്മ്യൂക്കസ് ഗ്ലാൻഡിലേക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നു. GVE ഇന്നവേഷൻ്റെ സെക്കൻഡ് ഹാഫും SVA ടേസ്റ്റ് സെൻസേഷനും കമ്പൈൻ ചെയ്ത് കോഡ ടിംപനി നെർവ് ഫോം ചെയ്യുന്നു. ഈ കോഡ ടിംപനി പീട്രോ ടെമ്പാനിക് ഫിഷറിലൂടെ സ്കലിന് പുറത്ത് കടന്ന ഇൻഫ്രാ ടെമ്പറൽ ഫോസയിലേക്ക് എൻ്റർ ചെയ്യുന്നു. ഇവിടെ വെച്ച് കോഡ ടിംപനി ക്രേനിയൽ നെർവ് 5ൻ്റെ ലിംഗ്വൽ ബ്രാഞ്ചുമായി ചേരുന്നു. ആൻഡ് ടുഗെദർ ദീസ് നെർവ്സ് ട്രാവൽ ആൻറ്റീരിയർലി ഡീപ്പ് ടു ദ മാൻഡിബിൾ.
പോകുന്ന വഴിക്ക് GVE ഫൈബേഴ്സ് ഡൈവേർട്ട് ചെയ്ത് സബ്മാൻഡിബുലാർ ഗാംഗ്ലിയോണിൽ ചെന്ന് അവസാനിക്കുന്നു. ഇവിടുന്ന് പോസ്റ്റ് ഗാംഗ്ലിയോണിക് ന്യൂറോൺസ് സബ്മാൻഡിബുലാർ ആൻഡ് സബ്ലിംഗ്വൽ ഗ്ലാൻഡ്സിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നു. In contrast, the SVE taste component of the choroid tympani remains with the lingual nerve until it reaches the tongue, where it distributes to the taste receptors on the anterior two-thirds of the tongue. Finally, SVE component ടെമ്പറൽ ബോണിനകത്ത് വെച്ച് തന്നെ സ്റ്റെപ്പീഡിയസ് മസിലിലേക്ക് ഡയറക്റ്റ് ബ്രാഞ്ച് കൊടുക്കുന്നു. Then exits the skull via the stylomastoid foramen. It supplies the stylohyoid, occipital belly of occipitofrontalis and the posterior digastric muscles. പിന്നീട് പാരോട്ടിഡ് ഗ്ലാൻഡിനെ പിയേഴ്സ് ചെയ്ത് മസിൽസ് ഓഫ് ഫേഷ്യൽ എക്സ്പ്രഷനിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നു. ഓർക്കുക, ഫേഷ്യൽ നെർവ് പാരോട്ടിഡ് ഗ്ലാൻഡിനെ സപ്ലൈ ചെയ്യുന്നില്ല, പകരം ചുമ്മാ പിയേഴ്സ് ചെയ്ത് പോകുന്നതേ ഉള്ളൂ. ക്രേനിയൽ നെർവ് 9 ആണ് പാരോട്ടിഡ് ഗ്ലാൻഡിനെ സപ്ലൈ ചെയ്യുന്നത്. പെരോട്ടിഡിനെ പിയേഴ്സ് ചെയ്തതിനു ശേഷം ടെമ്പറൽ, സൈഗോമാറ്റിക്, ബക്കൽ, മാർജിനൽ, മാൻഡിബുലാർ, സെർവൈക്കൽ എന്നിങ്ങനെ 5 ടെർമിനൽ ബ്രാഞ്ചസ് ആയാണ് മസിൽസ് ഓഫ് ഫേഷ്യൽ എക്സ്പ്രഷനെ സപ്ലൈ ചെയ്യുന്നത്. Now let's move on to the clinical correlations. ഇതിൽ മെയിനായിട്ട് 3 കാര്യങ്ങളാണ് പറയാനുള്ളത്. 1. Lesions of the facial nerve. 2. Crocodile tear syndrome. And 3. Ramsay-Hunt syndrome. Lesions of the facial nerve can be supranuclear or infranuclear. Former one spares the upper part of the face, and in it, only lower half of the face on the opposite side is paralyzed, whereas the latter involves whole face on the same side. Infranuclear lesions 4 different സൈറ്റുകൾ സംഭവിക്കാം. സൈഡ് A. Lesions stylomastoid foramen-ലോ അതിന് ജസ്റ്റ് മുകളിലോ ആണെങ്കിൽ ഇറ്റ് കോസസ് ബെൽസ് palsy, which presents as loss of motor functions of all muscles of facial expression, which leads to deviation of the mouth towards the normal side, inability to close the mouth and eye, accumulation of the food in the vestibule of the mouth, and flattening of expression lines. Side B. If lesion is above the origin of choroid tympani, there will be all signs and symptoms of Bell's palsy plus decreased salivation and loss of taste sensation in the anterior two-thirds of the tongue. Side C. ഇനി ഒറിജിൻ ഓഫ് നെർവ് സെപ്പീഡിയസിൻ്റെ തൊട്ട് മുകളിലാണ് ലീഷനെങ്കിൽ തൊട്ട് മുന്നത്തെ, അതായത് സൈഡ് B ലീഷൻ്റെ എല്ലാ സൈൻസ് ആൻഡ് സിംറ്റംസും പ്ലസ് ഹൈപ്പർ അക്യൂസിസ് അഥവാ എൻഹാൻസ്ഡ് സെൻസിറ്റിവിറ്റി ടു ഹിയറിംഗ് എന്നിവയാണ് ഉണ്ടാവുക. സൈറ്റ് D. ഇനി ജെനിക്കുലേറ്റ് ഗാംഗ്ലിയോണിലാണ് ലീഷനെങ്കിൽ സൈറ്റ് C ലീഷൻ്റെ സൈൻസ് ആൻഡ് സിംറ്റംസ് പ്ലസ് ലോസ് ഓഫ് ലാക്രിമേഷൻ. ഇനി എന്താണ് ക്രോക്കഡൈൽ സിൻഡ്രോം? ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അൺകൺട്രോളബിൾ ആയിട്ടുള്ള ലാക്രിമേഷനാണ് ഈ കണ്ടീഷൻ. ജെനിക്കുലേറ്റ് ഗാംഗ്ലിയോണിന് പ്രോക്സിമൽ ആയിട്ട് ലീഷൻ ഉണ്ടാകുമ്പോഴാണ് ഇത്. യഥാർത്ഥത്തിൽ സബ്മാൻഡിബുലാർ ആൻഡ് സബ്ലിംഗ്വൽ ഗ്ലാൻഡിലേക്ക് സെക്രിറ്റോമോട്ടോർ സപ്ലൈ നൽകുന്ന പ്രീ ഗാംഗ്ലിയോണിക് ഫൈബേഴ്സ് റീജനറേഷൻ്റെ സമയത്ത് മിസ്ഡയറക്റ്റഡായി ലാക്രിമൽ ഗ്ലാൻഡിന് സപ്ലൈ ചെയ്യുന്ന പ്രീ ഗാംഗ്ലിയോണിക് സെക്രിറ്റോമോട്ടോർ ഫൈബേഴ്സിൻ്റെ എൻഡോ ന്യൂറൽ ഷീത്തിലേക്ക് ഗ്രോ ചെയ്യുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. Finally, Ramsay-Hunt syndrome. It occurs due to the involvement of the geniculate ganglion in herpes zoster infection, which consists of the following signs and symptoms: herpes vesicles on the auricle, hyperacusis, loss of lacrimation, loss of taste sensation in the anterior two-thirds of the tongue, and finally, the complete ipsilateral facial palsy, അഥവാ Bell's palsy. And that's all about the facial nerve. Thanks for watching.